അപ്പോൾ കഴിഞ്ഞ ദിവസം റാണ വിക്രംനാഥ് നടുറോട്ടിൽ വെച്ചൊരുത്തനെ തല്ലി പരിക്കേൽച്ചതിനെ പറ്റി സബ് കളക്ടറിന് എന്താ പറയാനുള്ളത്? സ്വന്തം ഭാര്യയുടെ നേരെ മറ്റൊരു കണ്ണിലൂടെ നോക്കുന്നവനെ നാട്ടിലുള്ള ഏതൊരാളും കൈവെക്കും. അത്രയേ റാമും ചെയ്തുള്ളൂ. തൻ്റെ ഭാര്യയെ വേറൊരുത്തൻ തെറ്റായ രീതിയിൽ നോക്കുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത് തനിക്ക് ആ പറഞ്ഞ സാധനം ഇല്ലാത്തത് കൊണ്ടാണ്. അതിന് ഞാനും എൻ്റെ ഹസ്ബൻഡ് എന്ത് പിഴച്ചു? ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥ മാത്രമല്ല, ഐ എം എ വൈഫ് ആൻഡ് മദർ. അയാളെ നോക്കി രൂക്ഷമായി പറഞ്ഞു നിർത്തിയതും അവളുടെ തീ പാർന്ന നോട്ടത്തിലും മൂർച്ചയേറിയ വാക്കുകളിലും അയാൾ ആകെ ഉരുകിപ്പോയിരുന്നു. എല്ലാവരുടെയും നോട്ടം അയാൾക്ക് നേരെയായതും അയാൾ തലകുനിച്ചു. ഇനി ഇന്നത്തെ സംഭവത്തെ പറ്റിയുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അത് നൽകാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള ഉദ്യോഗസ്ഥരുടെ കിടപ്പുമുറിയിലെ കാര്യങ്ങൾ വരെ ചുരണ്ടിയെടുക്കുന്ന ഈ മാതിരി ചോദ്യങ്ങളുമായി വന്നാൽ ഒന്ന് ഓർത്തോ, എൻ്റെ പേര് അഗ്നിത റാണ വിക്രംനാഥ്. മറക്കണ്ട, റാണ വിക്രംനാഥ് മൈ ഹസ്ബൻഡ് നെയിം. ഇനി മാറ്ററിലേക്ക് വരാം. വളരെ രഹസ്യമായി കിട്ടിയ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ഞങ്ങളിവിടെ എത്തിച്ചത്. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളെയും ഇന്ന് ഞെട്ടിച്ചിരുന്നു. പക്ഷെ അതിന് പിറകിൽ ആരൊക്കെ ഉണ്ടെങ്കിലും അത് എത്ര വലിയ കോമ്പത്തുള്ള ആൾക്കാരായാലും അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും. അതുപോലെ ഇതിലകപ്പെട്ടു പോയ എല്ലാ പെൺകുട്ടികൾക്കും ആവശ്യമായ സഹായം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് സിറ്റി പോലീസ് കമ്മീഷണർ വഴി അറിയും. നിങ്ങൾ അവരുമായി കോപ്പറേറ്റ് ചെയ്യണം. അതുപോലെ ഇതിൽ പെട്ടുപോയ ഓരോരുത്തരോടും നിങ്ങളുടെ അപ്രോച്ച് മാറണം. ചാനലിൻ്റെ റേറ്റ് കൂടാനായി അവരെയും മാതാപിതാക്കളെയും മാനസികമായി ആരും ബുദ്ധിമുട്ടിക്കരുത്. അങ്ങനെയുള്ളവർക്ക് നേരെ തക്കതായ ആക്ഷൻ എടുക്കുന്നതായിരിക്കും. അത്രയും പറഞ്ഞ് അവളുടെ നിന്ന് പോകാനായി പുറപ്പെട്ടു. കാറിൽ കയറുന്ന മുമ്പ് അവൾ നേരത്തെ റാമിനെ പറ്റി പറഞ്ഞവൻ ഒന്ന് നോക്കിയതും ആ നോട്ടത്തിൽ പതറിക്കൊണ്ടവൻ അവളിൽ നിന്ന് നോട്ടം മാറ്റി. അപ്പോൾ തന്നെ അവൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നത് കണ്ട് ഒരു പുച്ഛത്തോടെ അവൾ കാറിൽ കയറി. ഫോണിൽ ആർക്കോ ഡയൽ ചെയ്യുമ്പോൾ ആർക്കോ വേണ്ടി ഒരു ഇളം പുഞ്ചിരി അവളുടെ ചുവടുകളിൽ വിടർന്നിരുന്നു. എന്താടാ, എന്താ നീയാകെ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ലടാ. ആരാ വിളിച്ചത്? അറിയില്ലടാ. എൻ്റെ പേരും ചാനലിൻ്റെ പേരും ചോദിച്ചു. പിന്നെ ഒന്ന് കാണുമെന്നും പറഞ്ഞു. പിന്നെ 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 സിറ്റി ഹോസ്പിറ്റലിൽ ഒരു ബെഡ് ബുക്ക് ചെയ്യാനും പറഞ്ഞു. അതെന്തിനാടാ? അറിയില്ലടാ. നീ അത് വിട്. അതുപോലെ അനോണിമസ് കോളോ ആവും. അല്ല, നമ്മളേക്ക് ആര് ഭീഷണിപ്പെടുത്താനാ? അല്ല, നീ എന്തിനാ മാഡത്തിനോട് അങ്ങനെയൊക്കെ ചോദിച്ചത്? അത് പിന്നെ ചോദിക്കേണ്ടേ? അന്ന് അത് നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്തടി അയാളാ മനുഷ്യനടിച്ചത്? അവൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ചത്തുപോയനെ. എന്നിട്ട് അയാൾക്ക് നേരെ ഒരു ആക്ഷനും ഇല്ല. അത് പിന്നെ സ്വന്തം ഭാര്യയെ നോക്കി ആണായി പിറന്നവർ ആരായാലും മടിക്കും. അവരുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട. മാഡത്തിൻ്റെ കാര്യത്തിൽ സാറ് നല്ല പോസിറ്റീവസാ. അതെങ്ങനെയാ? അങ്ങനെയല്ലേ മാഡത്തിൻ്റെ ലുക്ക്? ഒരു പ്രസവത്തിൽ 3 പിള്ളേരുടെ അമ്മയാണെന്നൊക്കെ ആരെങ്കിലും പറയുമോ? എന്നെ സ്ട്രെക്സറാണ്. ഇത് തന്നെയാണ് പ്രശ്നം. ഇത് നീ അവിടെ മുന്നിൽ വെച്ചാണ് പറയുന്നതെങ്കിൽ നിന്റെ അസ്ഥി പോലും കടലൊഴുകാൻ കിട്ടില്ല മോനെ. അത് മിസ് റാണ വിക്രംനാഥാണ്. അല്ലടാ, അവിടെ കാര്യത്തിൽ പറയുന്നതൊക്കെ സത്യമുള്ളതാണോ? എന്ത്? അല്ല, അവരുടെ ഒരു ട്രാജഡി കല്യാണം എന്നൊരു ശ്രുതി ഉണ്ടല്ലോ. സാറ് മാഡത്തിനെ ചതിച്ച് സ്വന്തമാക്കിയതെന്നൊക്കെ. അതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ അവരെ കാണുന്നവർ അങ്ങനെ പറയുമോ? അവരെ പോലത്തെ 2 പേര് ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവുമോ? 2 പേരുടെയും പ്രണയം അതവരുടെ കണികളിൽ തന്നെ മനസ്സിലാക്കിക്കൂടെ? ഒരു ഫംഗ്ഷനിൽ തന്നെ അവർ 2 പേരും ഒരുമിച്ച് വന്നാൽ അവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധ ഇവരിലാകും. പോരാത്തിന് അവിടെ മക്കളും 5 പേരും ചേർന്ന അതൊരു സൂപ്പർ ഫാമിലിയാണ് മോനെ. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയില്ലേ? അങ്ങനെയാണ് അവർക്ക് തോന്നിയിട്ടില്ലേ? പുറമെ കാണുന്നത് സത്യമാവണമെന്നില്ല. പക്ഷെ അവരുടെ കാര്യത്തിൽ അങ്ങനെയായി എനിക്ക് തോന്നിയിട്ടില്ല. എത്ര കലിപ്പിൽ നിൽക്കുന്ന മാഡമായാലും സാറിൻ്റെ ഒരു നോട്ടമോ വാക്കോ സ്പർശനമോ മതി മാഡത്തിൻ്റെ മൂഡ് ചേഞ്ച് ആവാൻ. തിരിച്ചും അതുപോലെ തന്നെയാണ്. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നും അറിയില്ല, മേഡത്തിന് പൊതുവെ രാക്ഷസി എന്നൊരു പേരും പലരും വിളിക്കാറുണ്ട്. എങ്ങനെ വിളിക്കാതിരിക്കും? ഇതല്ലേ സ്വഭാവം. സർവീസിൽ കയറിയ കുറച്ച് മാസം കൊണ്ട് എത്ര പേരുടെ ചീട്ട ഈ കാലം കൊണ്ട് കയറിയത്. ട്രാൻസ്ഫർ കിട്ടി പോകാത്തത് ഹസ്ബൻഡിൻ്റെ വെടുക് കൊണ്ട് തന്നെയാണ്. 1-2 വട്ടം ഇവർക്ക് നേരം മർഡർ അറ്റാക്ക് ഉണ്ടായെന്നും അത് ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നെ കണ്ടില്ലെന്നും കേൾക്കുന്നുണ്ട്. എന്തിനു പറയുന്നു? ഒരിക്കൽ ഏതൊരു ചടങ്ങിന് വെച്ചാലേ മേഡത്തിന് അനാവശ്യം പറഞ്ഞെന്നും പറഞ്ഞ് നമ്മുടെ മന്ത്രിയുടെ കാരണം നോക്കി അവരുടെ ഹസ്ബൻഡ് ഒന്ന് പൊടിച്ചത്. എന്നിട്ട് മന്ത്രിയെ കൊണ്ട് തന്നെ മാപ്പും പറയിച്ചു. മേഡത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ ഗ്രേറ്റ് ബിസിനസ്മാൻ തന്നെയാണ്. തിരിച്ചും അങ്ങനെ തന്നെയാടാ. തെറ്റുകൾക്ക് മുന്നിൽ ശക്തമായി പ്രതികരിക്കുന്ന, ഉത്തരവാദിത്തങ്ങളിൽ നിന്നും വ്യതിചലിക്കാത്ത പൊതുവെ രാക്ഷസി എന്ന് വിളിക്കപ്പെടുന്ന മാം സാറിന് മുന്നിൽ പൂജ കുഞ്ഞാണ്. സാറിനെ ഇങ്ങനെയൊക്കെ മാറ്റി തീർത്തതും മാം തന്നെയാണ് മകനെ. ആർക്കും കാണാൻ പറ്റാത്തൊരു രാക്ഷസി പ്രണയം ഇവിടെ ലൈഫിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. രാക്ഷസി അങ്ങേരെയാണാവോ അതോ ഈ രാക്ഷസി അങ്ങേരാണോ സ്നേഹിച്ചത്? അതൊന്നും എനിക്കറിയില്ല. സാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ കാണാം ഈ ഒരു ക്യാപ്ഷൻ, രാക്ഷസി പ്രണയം. എന്നാൽ ശരി, ഞാൻ ഇറങ്ങാം. നീ ചാനലിലേക്കാണോ? ആടാ, ഒന്ന് കയറി റിപ്പോർട്ട് അവിടെ കൊടുക്കണം. അത്രയും പറഞ്ഞ് 2 പേരും ബൈക്കിൽ കയറി എതിർദിശയിലേക്ക് തിരിഞ്ഞു.
ഒന്ന് രണ്ട് തവണ കോള് ഫുള്ളായി റിങ് ചെയ്തിട്ടും മറുതലകൽ കോള് കണക്റ്റ് ആവാതെ കോള് കട്ടായി. അതിൻ്റെ കാരണം അവൾക്ക് തന്നെ മനസ്സിലായതുകൊണ്ട് അവൾ പിന്നെ വിളിക്കാൻ നിന്നില്ല. കോള് കട്ടായതും ഒരു ചിരിയുടെ ധൃതി ഫോൺ ടേബിളിൽ വെച്ചു. അതിൽ തെളിഞ്ഞു വരുന്ന പേര് അവനിൽ പുഞ്ചിരിയും ആത്മാഭിമാനവും കൂട്ടിയാണ് നിർത്തിയത്. ദി ഗ്രേറ്റ് ബിസിനസ്മാൻ റാണ വിക്രംനാഥിൻ്റെ വൈഫ് സബ് കളക്ടർ അഗ്നിത റാണ വിക്രംനാഥ്. പരസ്പരം പോരടിച്ചും മടി കൂടിയും നടന്ന രണ്ടുപേർ ഇന്ന് ഇണപിരിയാത്ത പ്രണയ ജോഡികൾ. കണ്ണുകൾ കൊണ്ട് പ്രണയം കൈമാറുന്നത് ഒരിക്കലും മാറില്ലെന്ന് കരുതിയവർ. ആർക്കു വേണ്ടി ആരാണ് തോറ്റുകൊടുത്തത്? റാമിൻ്റെ കണ്ണീരോ നിധിയുടെ പകയോ? ആരാരെയാണ് മാറ്റിയെടുത്തത്? അതോ ഇവരുടെ മക്കളാണോ ഇവരെ ഒന്നിപ്പിച്ചത്? അവർക്ക് പോലും ഉത്തരമില്ലാത്ത ചോദ്യം. അഗ്നിതയുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തിയാക്കാൻ ആദ്യം പറഞ്ഞത് അച്ചുവായിരുന്നു. പിന്നീട് പലരും അത് പറയുമ്പോൾ അതല്ല റാമിൻ്റെ ആവശ്യമായിരുന്നു എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. പൊടിക്കുഞ്ഞുങ്ങളെ വിട്ട് ഒരു നേട്ടവും വേണ്ടെന്ന് പറഞ്ഞ് അവളുടെ ലോകത്തേക്ക് ഒതുങ്ങാൻ ശ്രമിച്ചവളെ അതിൽ നിന്നും വലിച്ച് പുറത്തേക്കെടുത്തും റാമായിരുന്നു. പരസ്പരം മിണ്ടുകയോ സംസാരിക്കുകയോ ചെയ്തില്ലേലും പരസ്പരമുള്ള വഴക്ക് നിന്നിരുന്നു. അതിനേക്കാൾ ഉപരി അവൻ അക്സെപ്റ്റ് ചെയ്യാനും അവൾ തുടങ്ങിയിരുന്നു. ആ ഒരു അധികാരത്തിൽ അവൻ മുൻകൈയെടുത്ത് എക്സാമിന് അപ്ലൈ ചെയ്യുകയും എവിടെ നിന്നാണോ നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങാനും ഒരുക്കമായി. കുറേ കഷ്ടപ്പെട്ടു. ഇടയ്ക്ക് വെച്ച് റാമിൻ്റെ കലിപ്പ് വരെ ഓണായി. അതിനെ വാശി കയറിയായിരുന്നു അവൾ പഠിക്കാൻ തീരുമാനിച്ചത്. ട്രെയിനിങ് പീരീഡായിരുന്നു വിഷമം. മക്കളെ കൂടെ നിർത്താൻ പറ്റില്ല. പോകില്ലെന്ന് കുറേ പറഞ്ഞു നോക്കിയെങ്കിലും പിടിച്ച പിടിയാലെയാണ് റാമോളെ കൊണ്ടാക്കിയത്. അവിടെ അടുത്ത് തന്നെ ഫ്ലാറ്റ് എടുത്ത് അവനും നിന്നു. അച്ഛനും അമ്മയും കമലമ്മയും എല്ലാവരും മക്കളെ നോക്കാനായി കുടുംബത്തോടെ ഷിഫ്റ്റായി. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഫ്ലാറ്റിലേക്ക് വന്നു നിൽക്കും. ആ കാലഘട്ടത്തിൽ എപ്പോഴും അവനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ അവളും തുടങ്ങിയിരുന്നു. എല്ലാം മറന്നൊരു ജീവിതം സാധ്യമാവില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. പലതും അറിവിലേക്ക് കൂട്ടുകൊടുത്ത് റാമിൻ്റെ നിത മാത്രമാകാൻ അവൾക്കായി. ആ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് തൻ്റെ ലക്ഷ്യം പൂർത്തിയായ ഒരു ഔദ്യോഗിക ജീവിതത്തിന് മാത്രമല്ല തുടക്കം കുറിച്ചത്. അവിടെ നിതയുടെയും റാമിൻ്റെയും പ്രണയം കൂടിയായിരുന്നു ഉദയം ചെയ്തത്. ആദ്യത്തെ 6 മാസക്കാലം നോർത്ത് ഇന്ത്യയിൽ തന്നെയായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് കേരളത്തിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. സുപ്രധാനമായ പല കേസുകളിലും ഇടപെട്ട് പാവങ്ങൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവൾക്ക് പിന്നിൽ ഒരു അദൃശ്യ ശക്തിയായി അവളുടെ ബാക്ക് ബണ്ണായി അവനും ഉണ്ടായിരുന്നു. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഭൂതകാലം തള്ളിക്കളഞ്ഞ് ഇന്നത്തെ ഏറ്റവും നല്ല പ്രണയ ജോഡികൾ തന്നെയാണ് നിതയും റാമും. അത് ആലോചിച്ചതും അവൻ്റെ അധരങ്ങളിൽ പുഞ്ചിരി വിടർന്നിരുന്നു. എന്താ മനുഷ്യ ഒറ്റയ്ക്ക് നിന്ന് കിണിക്കുന്നേ? വട്ടായോ? വട്ട നിൻ്റെ അപ്പന്. ദേ എൻ്റെ അപ്പനെ പറഞ്ഞാലുണ്ടല്ലോ മൂക്കിച്ച് പരത് ഞാൻ. ഓ ഒന്ന് പോടി, ഞാൻ പേടിച്ചു. എന്നെയല്ലേ പേടിയില്ലാത്തുള്ളൂ. സബ് കളക്ടർ അഗ്നിത റാണ വിക്രംനാഥിന് മുന്നിൽ പൂച്ചക്കുട്ടിയല്ലേ? അല്ല നിങ്ങളെന്താ നിത വിളിച്ചിട്ട് കോൾ എടുക്കാഞ്ഞേ? അയ്യടി മനമേ, ഒരുത്തിനവിടെ വേറൊരുത്തിനെ തട്ടാനുള്ള കൊട്ടേഷനായി വിളിക്കുമ്പോൾ ഇവിടെ ഒരുത്തി അവൻ തരുന്ന കൊട്ടേഷൻ ക്യാൻസൽ ആക്കാനുള്ള വിളിയാണ്. സോ ഞാൻ രണ്ടുപേരെയും കോൾ എടുക്കാൻ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ എന്താണ് അവൻ മോൻ്റെ ഉദ്ദേശം? അതോ ഞാൻ എൻ്റെ കൊച്ചിനെ ഒന്ന് സ്നേഹിക്കാമെന്ന് വിചാരിച്ചു. അവളുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് ധൃതി പറഞ്ഞത് കേട്ട് നാൻസി കുറച്ചും കൂടി നീങ്ങിയിരുന്നു. ഇങ്ങനെ ഒട്ടിയിരുന്നുള്ള സ്നേഹമൊന്നും വേണ്ട, അതേപോലെ ഒന്ന് സ്നേഹിച്ചതാ. ഇപ്പോൾ ഇവിടെ ആ തൊട്ടിൽ കിടന്ന് ഉറങ്ങുന്നത് പറ്റില്ല. എനിക്ക് ഇപ്പം നിന്നെ സ്നേഹിക്കണം. അത് പറഞ്ഞ് അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തിയതും അവൻ്റെ പ്രണയാദ്രമായ നോട്ടത്തിൽ നാൻസി തളർന്നു പോയിരുന്നു. തൻ്റെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നവൻ്റെ നെഞ്ചിലേക്ക് അവൾ തല ചേർത്തിരുന്നു. അഗ്നിതയുടെ ഔദ്യോഗിക വാഹനം ഇന്ദ്രനിലയത്തിലേക്ക് കടന്നതും കാറിൽ നിന്നും ഇറങ്ങി അവളെ വരവേറ്റത് അകത്തെ കുട്ടിപ്പട്ടാളങ്ങളുടെ ബഹളമായിരുന്നു. മാം. കാറിൽ നിന്നിറങ്ങിയ ഡ്രൈവർ അവളുടെ കയ്യിലേക്ക് കുറച്ച് ഫയലും ലാപ്ടോപ്പിൻ്റെ ബാഗും കൊടുത്തു. അത് വാങ്ങി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നു. അവിടെ ഹാളിലെ കാഴ്ച കണ്ട് അവൾ പുഞ്ചിരിയോട് അവിടേക്ക് നടന്നു. ഹാളിലെ നടുക്കായി റാമ് നിലത്ത് കിടക്കുന്നുണ്ട്. അവൻ്റെ നെഞ്ചിന് കുറുകയായി കുഞ്ഞിക്കാലുകൾ ഇരു സൈഡിലേക്കുമായി ഇട്ട് നെഞ്ചിലേക്ക് തലചേർത്ത് അനുവും അവളുടെ തൊട്ടു പിന്നിലായി കിച്ചുവും ഇരിക്കുന്നുണ്ട്. കുഞ്ഞു കേശ് അവൻ്റെ തലഭാഗത്താണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. 4 പേരും അവിടെ ലോകത്താണ്. കളിയും ചിരിയും കൊണ്ട് ഇന്ന് ഇന്ദ്രനിലയം ഭൂമിയിലെ കുറച്ച് സ്വർഗമാണ്. അവരുടെ അരികിലേക്ക് വരുന്ന നിധിയെ കണ്ട് കിച്ചു മമ്മാന്ന് നീട്ടി വിളിച്ചത് കേട്ട് അനുവും കേശുവും തലചരിച്ച് നോക്കി. പിന്നെ മമ്മാന്ന് വിളിച്ച് റാമൻ അവിടെ ഇട്ടുകൊണ്ട് 3 അവളുടെ അരികിലേക്ക് കുഞ്ഞിക്കാലടികൾ വെച്ച് ഓടിയെടുത്തു. ആ ഓട്ടത്തിന് പിന്നിൽ ആദ്യം ആരെത്തുന്നൊരു മത്സരം കൂടി 3 തമ്മിലുണ്ട്. വയസ്സ് 3 ആണെങ്കിലും വാശിക്കും കുറുമ്പും 3 പേരിലും കുറവില്ല. ആദി കൈലാശ് വിക്രംനാഥ് കേശു, ആദി കേശവ് വിക്രംനാഥ് കിച്ചു, അഗന്യ വിക്രംനാഥ് അനു. 3 കൂടി ഓടി വന്ന് അവളുടെ കാലിൽ ചുറ്റിപ്പിടിച്ചു. കയ്യിലുള്ള ബാഗും മറ്റും തൊട്ടടുത്തുള്ള സോഫയിലേക്ക് വെച്ചപ്പോൾ മക്കളുടെ നേരെ കുനിഞ്ഞിരിക്കുമ്പോൾ അറിയാതൊരു നോട്ടം കൊണ്ടുപോലും റാമിലേക്ക് മിഴികൾ ചെന്നെത്തിയിരുന്നില്ല. മമ്മ കൊച്ചു വീണ് അനു വായും പൊളുത്തി പറഞ്ഞത് കേട്ട് കേശു ചുണ്ടുപിളത്തി അവളെ നോക്കുന്നുണ്ട്. കിച്ചു തള്ളിയതേ മമ്മ, ഞാനൊന്നും ചെയ്തില്ല. അനുവാ? ഞാനല്ല, കിറ്റുവാ. ഞാനിപ്പോ ഒപ്പെ കൊച്ചിനെ തോത്തു. അപ്പൊ കിച്ചു കൊച്ചിനെ തോത്തു. കൊച്ചു വീണ് കൊച്ചൊക്കെ കാഞ്ഞു. ഞാൻ കാഞ്ഞപ്പോ ഇവ ചീച്ചുമ്മ. കൊച്ചു ചങ്കടം വന്നു. അപ്പൊ കൊച്ചു കാഞ്ഞു. അഗ്നിതയെ കണ്ടതും മക്കൾ ഇന്നത്തെ പരാതിക്കെട്ട് അടിച്ചു കൊടുത്തു. കേശു വീണതാണ് ഇന്നത്തെ സംഭവം. അനു പോയി കിച്ചുവിനൊന്ന് ഞോണ്ടി, കിച്ചു പോയി കേശുവിനൊന്ന് ഞോണ്ടി. ദേണ്ടി നമ്മുടെ കേശു നിരത്തി. ഇവൻ വീണത് രണ്ടും കൂടെ ചിരിച്ചു. അത് കണ്ടതും വീണിട്ട് വേദന 7 അലത്ത് കൂടെ വരാത്ത കേശു കുഞ്ഞു വായിൽ അലരിക്കരയാൻ തുടങ്ങി. ഇതാണ് ഇന്നത്തെ വിഷയം.
പാവ അഗ്നിത. അവരിന്നത്തെ സംഭവബഹുലമായ വീരസാഹസിക കഥകൾ പറഞ്ഞ് പോകുമ്പോൾ അഗ്നിതയ്ക്ക് അവർ പറയുന്നതിൽ പകുതിയിലും ഏറെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവർ പറയുന്നത് സാവധാനത്തിൽ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ മൂന്നും ഒരുമിച്ചാണ് ഈ സംഭവം പറയുന്നത്. അതും വ്യത്യസ്തമായ രീതിയിൽ. നാട്ടിലെ വില്ലാളി വീരന്മാരെ പുഷ്പം പോലെ കൈകാര്യം ചെയ്യുന്ന അഗ്നിത ഇവരുടെ കാര്യത്തിൽ കുറച്ചധികം പാടുപെടുന്നുണ്ട്. കഥകൾ പറഞ്ഞ് നിധിയെ ഇടംബലം തിരിയാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവർ. കഥകൾ പറയുക മാത്രമല്ല, അവരുടെ സ്നേഹപ്രകടനം കൂടിയുണ്ട്. മൂന്നും കൂടെ അഗ്നിതയെ വട്ടം പിടിച്ച് ഉമ്മ വെച്ച് മത്സരിക്കുകയാണ്. മമ്മ അവരുടെ ജീവനാണ്. മമ്മനെ ടി വി കണ്ടു, പപ്പ കാഞ്ഞു, അതാണ് അഞ്ഞു ചണ്ടനം വന്നു, കിച്ചനും വന്നു, അപ്പോൾ കൊച്ചൂനും വന്നു, കയ്യണെന്ന് പറഞ്ഞ് ഞാൻ പപ്പക്ക് ചോക്ലേറ്റ് കൊടുത്തു. അപ്പോൾ പപ്പയുടെ ചങ്കടം മാറി. ആ മോള് വന്നോ? ഓ, പഞ്ചാരകൾ 3 കൂടി മമ്മയെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ടല്ലോ. ഒന്ന് വിട് പിള്ളേരാ കൊച്ചിനെ, അത് ഫ്രഷായി വന്ന പോലെ കഴിക്കട്ടെ. ഞങ്ങളുടെ മമ്മിയാ. 3 കൂടി ഒരുമിച്ച് പറഞ്ഞത് കേട്ട് കമലമ്മ 3നെയും ഒന്ന് നോക്കി. അയ്യടാ, ഒരമ്മയും മക്കളും വന്നിരിക്കുന്നു. ഇത് എൻ്റെ മോളാ, നിങ്ങളുടെ അമ്മയൊന്നുമല്ല. നിങ്ങൾ നടുറോഡിൽ നിന്ന് എടുത്തോണ്ട് വന്നതാ വളർത്താൻ. അല്ല. ആണ് അല്ലേ മോളെ? ബാക്കി കമലമ്മ പറയുന്നതിന് മുമ്പേ 3 കൂടി നിധിയെ വരിഞ്ഞു ചുറ്റി മമ്മാന്ന് വിളിച്ച് ചേർത്ത് പിടിച്ചു. കണ്ണുകൾ നിറച്ച് ചുണ്ടു കൂർപ്പിച്ച് അവർ കമലമ്മയെ നോക്കുന്നുണ്ട്. എന്താണ് നോക്കുന്നേ? ആകെ 2 ഇഞ്ച് വലിപ്പേ ഉള്ളൂ. നോക്കി പേടിപ്പിക്കുന്നു 3 കൂടെ. ഞങ്ങളുടെ മമ്മയോ അല്ലേ മമ്മ? അതേടാ പൊന്നെ, മമ്മയുടെ മക്കൾ തന്നെയാട്ടോ. കമലമ്മ വെറുതെ പറഞ്ഞതല്ലേ, നമ്മുടെ കമലമ്മയല്ലേ? അല്ല, അങ്ങനെ പറയല്ലേടാ. പയ്യും അന്നെ തന്നെ പയ്യും. ആ, അങ്ങനെ പറഞ്ഞ് തന്നെ നടന്നോ, ഞാനേ പോകുക. അത് പറഞ്ഞ് കമലമ്മ കിച്ചണിലേക്ക് പരിഭവത്തോടെ പോകുന്നത് കണ്ട് മക്കൾ 3 പേരും കൂടെ കമലമ്മ പോയ വഴിയെ നോക്കി. കണ്ടോ, കമലമ്മ പിണങ്ങി. ഷോ, ഈ കൊച്ചുവ മമ്മ. നാനോ നീയാ? നാനല്ല, കിറ്റുവ. പിന്നെ നീയുമ കമലമ്മയൊക്കെ അയച്ചേ? അല്ല മമ്മ, ഞാന് നൂന പയ്യ നൊനച്ചി. നീയാതാ നൊനച്ചി. അത് പറഞ്ഞ് അവനിട്ടൊരു കൊട്ട് കൊടുത്തതും അവൻ തിരിച്ച് അവൾക്കൊന്ന് കൊടുത്തു. അതോടെ 2 കൂടി അടികൂടാൻ തുടങ്ങി. 2ഉം അടികൂടി കിച്ചുവിനെയും അതിലേക്ക് വലിച്ചു. അവർ ബഹളം വെക്കാൻ തുടങ്ങിയത് ശ്യാമും കമലമ്മയും റാമും ഓരോന്നിനെ എടുത്ത് അവിടുന്ന് കൊണ്ടുപോയിരുന്നു. അവിടെ പോക്ക് കണ്ട് ഒരു ചിരിയാൽ നിത് റൂമിലേക്ക് നടന്നു. പക്ഷെ അവൾക്ക് തൊട്ടരികിലുണ്ടായിരുന്ന റാമിൻ്റെ ഒരു നോട്ടം പോലും അവൾ നൽകിയിരുന്നില്ല. മോനെ. ആ കമലമ്മേ, മോള് ദേഷ്യത്തിലാണല്ലോ. മോനോടൊന്നും സംസാരിക്കൂടി ചെയ്തില്ലെന്ന് മാത്രമല്ല, നിന്നെ നോക്കുകൂടി ചെയ്തില്ലല്ലോ. ഒന്നുമില്ല കമലമ്മേ, അത് ഞാൻ വിശ്വസിച്ചു. നീ കുഞ്ഞിനെ താ, എന്നിട്ട് അവളുടെ അരികിലേക്ക് ചെല്ല്. റാമിൽ നിന്നും കുഞ്ഞിനെ വാങ്ങാൻ നിന്നെങ്കിലും വിസമ്പിച്ച കുഞ്ഞിനെ മോഹനസിന്ദൂര വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പോയതും റാം നിധിയുടെ മുറിയിലേക്ക് നടന്നു. റൂമിലേക്ക് ചെന്നപ്പോൾ തന്നെ ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടിരുന്നു. ഫ്രഷായി വന്നിട്ടും തന്നെയൊന്നും മൈൻഡ് പോലും ചെയ്യാതെ ജനലക്കരികെ പോയി തല തുവർത്തുന്ന പെണ്ണിനെ പുറകിലൂടെ ചെന്ന് ചേർത്ത് പിടിച്ചതും ഒരൊറ്റ തട്ടിന് അവൻ്റെ കൈകൾ അവൾ തട്ടിത്തെറിപ്പിച്ചു. നിത, അവനവൾ വിളിച്ചതും അവളുടെ തീപാർന്ന നോട്ടത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അവൻ തല കുണിച്ചു. എന്താണ് പെണ്ണ് വെറുതെ എന്നോട് ചൂടാവുന്നേ? അതിന് ഞാനെന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ലേ എന്ന്. ഒന്നും ഞാൻ ചെയ്തില്ല. റാം, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഒന്നും ചെയ്തില്ലേ, പിന്നെ എന്തിനാ ധൃതിയായിട്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? അവൻ കോൾ എടുക്കാത്തതിന് എന്നോടാണ് ദേഷ്യപ്പെടുന്നത്. പിന്നെ ഞാൻ ആരോട് ദേഷ്യപ്പെടണം? നിങ്ങളുടെ കള്ളത്തരങ്ങൾ മുഴുവൻ ഒളിപ്പിച്ച് വെക്കുന്ന അങ്ങേരാ കാണുന്നുണ്ട് ഞാൻ. ആദ്യം നീ നേരിട്ട് കാണുമ്പോൾ കൊടുത്തോ? അതിനാണോ നീ എന്നോട് മുഖം വിറുശി നിൽക്കുന്നേ? അവളെ വലിച്ച് തന്നെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് ചോദിച്ചതും കേട്ട് അവൾ അവനൊന്ന് നോക്കി പേടിപ്പിക്കാതെടി. ആ മീഡിയക്കാരൻ ജീവനോടുണ്ടോ അതോ തല്ലിക്കൊന്നോ? ഏത് മീഡിയക്കാരൻ? റാം, പോട്ടം കളിക്കാൻ നിൽക്കല്ലേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. അവൾ പറഞ്ഞ് മുഴുവനാക്കും മുമ്പ് അവളുടെ കവിളിലായി അവൻ്റെ അതിരങ്ങൾ പതിഞ്ഞിരുന്നു. റാം, അവൾ ഒന്നുകൂടെ വിളിച്ചതും അവളുടെ മറുകവിളിലായി അവൻ്റെ അതിരങ്ങൾ വീണ്ടും പതിഞ്ഞു. പുന്നരിക്കാൻ നിൽക്കല്ലേ റാം, ഓരോന്ന് ചെയ്ത് കൂട്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വെക്ക്, അപ്പം ശരിയാക്കി തരാം. അവനെ തള്ളിമാറ്റി അവൾ പറഞ്ഞതും ഒരു ചിരിയോടെ അവൻ അവളെ കണ്ണെടുക്കാതെ നോക്കി. അവളെ തന്നെ നോക്കി നിന്ന് അവൻ്റെ കണ്ണുകളിൽ നീർത്തിളക്കാൻ രൂപപ്പെടുന്നത് കണ്ട് നിത അവനോട് എന്താന്നുള്ള രീതിയിൽ പുരുകം ചലിപ്പിച്ചു. അതിനൊന്നുമില്ലെന്ന രീതിയിൽ അവനവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. റാം, മക്കള് പറഞ്ഞോലോ കരഞ്ഞെന്ന്, എന്തായിരുന്നു കാര്യം? ഒന്നുമില്ലടി, അവർ വെറുതെ പറഞ്ഞതാ. അവൾക്ക് മുഖം കൊടുക്കാതെ പുറത്തേക്ക് നോക്കി പറയുന്നവൻ്റെ മുഖം തനിക്ക് നേരെ ആക്കിക്കൊണ്ട് നീ ആ പറഞ്ഞതിൻ്റെ കണ്ണുകളിൽ നോക്കി പറ റാം. അവൾ വളരെ രൂക്ഷമായി അവനെ നോക്കി ചോദിച്ചത് കേട്ട് എന്ത് പറയണമെന്ന് അറിയാതെ അവൻ അവൾക്ക് മുന്നിൽ നിറമിഴികളോടെ തലകുനിച്ചു. അതിൻ്റെ കാര്യം അറിയാനായി അവനോട് കാര്യം അന്വേഷിക്കുന്നതിന് മുന്നേ കുഞ്ഞാറ്റകൾ അവരുടെ അരികിലേക്ക് ഓടിയെടുത്തിരുന്നു. മക്കൾ വന്നെന്നും അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടാനായി അവൻ അവരെയും കൊണ്ട് റൂമിന് വെളിയിലേക്ക് വേഗം നടന്നു. തന്നിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന റാമിനെ കണ്ട് അവൻ പോകുന്നത് നോക്കി അവളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. അവൾക്ക് അറിയാമായിരുന്നു അവൻ തന്നെ അന്വേഷിച്ച് വരുമെന്ന്. ഇനി വന്നില്ലേ അവനെ വരുത്താൻ അവൾക്ക് അറിയാം. വാശിയുടെ കാര്യത്തിൽ അവളും ഒട്ടും പുറകിലല്ലെന്ന് അവളേക്കാൾ നന്നായി അവനറിയാം. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അവനൊട്ടും ശ്രദ്ധിക്കാൻ പോയില്ല. അവനെന്നൊരു വ്യക്തി അവിടെ ഇല്ലെന്ന രീതിയിലായിരുന്നു അവളുടെ പെരുമാറ്റം. അതുകൊണ്ട് കമലമ്മ റാമിനോട് എന്താണെന്ന് കണ്ടുകൊണ്ട് ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊന്നുമില്ലെന്ന് കണ്ടുകൊണ്ട് മറുപടി പറഞ്ഞു.
പറഞ്ഞു. അനുവിനെ തട്ടിയുറക്കി റാം മുറിയിലേക്ക് വരുമ്പോൾ നിത മറ്റു രണ്ടുപേരെയും ഉറക്കിയിരുന്നു. ബെഡിന്റെ നടുക്കായി തന്നെ കേശുവിനെയും കിച്ചുവിനെയും കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. അവർക്ക് അരികിലായി ഹെഡ് ഡ്രസ്സിൽ ചാരിയിരിക്കുന്ന നിധിയുടെ മടിയിലായി ഓഫീസ് ഫയലുണ്ട്. ശ്രദ്ധ മുഴുവനും അതിലാണെങ്കിലും മറുകൈ കൊണ്ട് പിള്ളേരെ തട്ടിക്കൊടുക്കുന്നുണ്ട്. റാം വന്ന അനുമോൾ അവർക്ക് അരികിലേക്ക് കിടത്തി അവളെ മെല്ലെ തട്ടിക്കൊടുത്തു. നിധ അവനെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് അവനോളം മെല്ലെ തോണ്ടിയത് മനസ്സിലാക്കി മക്കളെ തട്ടിക്കൊടുത്തിരുന്ന കൈ അവൾ പിൻവലിച്ചു. നിധ, റാം, മക്കളെങ്ങനെ ഉണർന്നാ? വളരെ നേരത്തെ സ്വരത്തിൽ അവനെ നോക്കി രൂക്ഷമായി പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് പോയി. മക്കളെ ഒന്ന് നോക്കി അവരെ പുതപ്പിച്ച് കൊടുത്ത് അവർക്ക് ഇരുവശവും തലയിണയും തടസ്സമായി വെച്ച് അവനും അവൾക്ക് പിറകെ വെച്ച് പിടിച്ചു. നിധ സോറി. നിധ, ഞാൻ പറഞ്ഞില്ല സോറി. റാം, എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പോകുന്നുണ്ടോ? എനിക്കിവിടെ ഒരുപാട് വർക്ക് പെൻഡിങ് ഉണ്ട്. കൊഞ്ചാൻ തീരെ സമയമില്ല. നിധ, ഞാൻ സോറി പറഞ്ഞില്ലേ. എന്തിന്? നിനക്കറിയില്ലേ? എനിക്ക് എങ്ങനെ അറിയാം? റാമല്ല സോറി പറഞ്ഞേ, ഞാനല്ലല്ലോ. നോക്കിക്കൊണ്ടിരിക്കുന്ന ഫയലിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അത് കണ്ട് അവളുടെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങി അവൻ മടക്കി പിടിച്ചു. എനിക്കറിയാം നീ നേരിട്ട് ചോദിച്ചിട്ട് മറുപടി പറയാത്തതിനാണ് ഈ പിണക്കെന്ന്. അതിനാ സോറി. എനിക്ക് ആരെയും സോറി വേണ്ട. കാരണം പറയാൻ മനസ്സുണ്ടെങ്കിൽ പറയാം. ഞാനായി നിർബന്ധിക്കില്ല. മനസ്സിൽ വല്ല സ്ഥാനം ഉണ്ടെങ്കിൽ പറയാം. നിനക്കല്ലാതെ ആർക്കും എൻ്റെ മനസ്സിൽ സ്ഥാനം കുറേ ഉണ്ടല്ലോ. അതിലേതാണെന്ന് എനിക്കറിയാമോ? ശാപത്തി കുത്തലടി. ഇങ്ങനെ ശവമാവൻ എന്താ കാരണം? നിധ, ഞാൻ